ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ വെർച്വൽ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിലായാലും ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സെർച്ച് ബാറിൽ ഈ ഒരു നമ്മുടെ UIDAIയുടെ സൈറ്റ്, അതായത് നമ്മുടെ ആധാറിൻ്റെ സൈറ്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ URL ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു URL നിങ്ങൾ UIDAI മാത്രം സെർച്ച് ചെയ്താലും ആ ഒരു ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് ഓപ്പൺ ആയി വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ആധാറിൻ്റെ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് ഗെറ്റ് ആധാർ. ഇവിടെയാണ് നമുക്ക് നമ്മുടെ വെർച്വൽ ID കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ ആഡ് എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. അതിൻ്റെ പോലെ ഗെറ്റ് ആധാർ, ഈ ഗെറ്റ് ആധാർ എന്നുള്ളതിൻ്റെ താഴെ നമുക്ക് ഓർഡർ PVC കാർഡ് എന്നുള്ളതുണ്ട്. നമ്മുടെ ATM രൂപത്തിൽ നമ്മുടെ ആധാറിനെ മാറ്റിയിട്ട് നമ്മുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരാൻ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത് അങ്ങനെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് വെർച്വൽ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനകത്ത് ഡൗൺലോഡ് ആധാർ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് ആധാറിൻ്റെ താഴെ കിടക്കുന്ന ഡൗൺലോഡ് ആധാർ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഗിൻ ഓപ്ഷനിലോട്ടായിരിക്കും പോവുക. ഇവിടെ നമ്മൾ നമ്മുടെ ആധാറിൻ്റെ ആധാറിൻ്റെ നമ്പർ വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇൻ്റർനെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത്. യെസ്, ഇവിടെ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ അടിക്കാനും അതേപോലെ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ലോഗിൻ വിത്ത് OTP എന്നുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ള ക്യാപ്ച അതേപോലെ എൻ്റർ ചെയ്യാം. ശേഷം ലോഗിൻ വിത്ത് OTP എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോട്ട് ഒരു OTP വരുന്നതാണ്. അതായത് നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ഓക്കെ, ആ OTP നമ്മളിവിടെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. അവിടെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ഉണ്ട്, അതേപോലെ ഡൗൺലോഡ് ആധാർ, ഓർഡർ PVC, അങ്ങനെ ഒരുപാട് ആധാർ റിലേറ്റഡ് സർവീസസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്, അതായത് ഡൗൺലോഡ് ആധാർ എന്നുള്ളത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, അഡ്രസ്സ്, എല്ലാ ആധാറുമായിട്ട് എല്ലാ ഓപ്ഷൻസും ഇവിടെ വരും. അതേപോലെ നമ്മുടെ ഫോട്ടോയും ഇവിടെ നമുക്ക് നമ്മളിപ്പം പുറത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആധാർ മാസ്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ മാസ്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആധാറിൻ്റെ 12 അക്ക നമ്പറിൽ കുറച്ച് മാസ്കിങ് ആയിരിക്കും. ഞാനിപ്പോൾ അത് മാസ്ക് ചെയ്യാതെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യെസ്, എൻ്റെ ആധാർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ആധാർ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് ലോക്കായിട്ടായിരിക്കും വരിക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാസ്വേഡ് ഇവിടെ
പറയുന്നുണ്ട് എങ്ങനെയാണിത് നമ്മുടെ ആധാറിൻ്റെ പാസ്വേഡ് എന്ത് കോമ്പിനേഷൻ ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആ ഒരു നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ആ ഒരു മാസ്ക് ചെയ്തിട്ടുള്ള ആധാർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ഇതേപോലെ പാസ്വേഡ് വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മാസ്ക്ഡ് ആധാർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാൻ ആ ഒരു സെയിം എൻ്റെ പേരിൻ്റെ ആധാറിലുള്ള എൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് 4 ഡിജിറ്റ് ക്യാപ്സിലും അതേപോലെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞപ്പം ഇത് എനിക്ക് ഡൗൺലോഡ് അതായത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെർച്വൽ ID കാർഡ് നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം.